ഹായ്, എല്ലാവർക്കും സുഖാണല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖാണ്, ഹാപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഒരു ദിവസം എൻ്റെ ക്ലാസ് മിസ്സായപ്പോഴത്തേക്ക് ഒരുപാട് ഫീല് തോന്നിയില്ലേ? അതെന്തുകൊണ്ടാണ്? അത് എൻ്റെ ശബ്ദം ഒരു ദിവസം കേൾക്കാതെ വന്നപ്പം എവിടെ പോയി ഈ മിസ്? നിങ്ങൾ കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു നോക്കില്ലായിരുന്നോ? നിങ്ങളുടെ മനസ്സിലൊരു ആദിയല്ലായിരുന്നോ? എവിടെ പോയി? അപ്പൊ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നോ എനിക്ക് വേണ്ടി? അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അസുഖങ്ങളൊക്കെ നോർമലായി തിരിച്ചു വന്നത്. നോർമൽ ആയി എന്ന് പറയാൻ മാത്രം ആയിട്ടില്ല, ട്രീറ്റ്മെന്റിലാണ്. എന്നാലും അൽഹംദുലില്ലാ ഓക്കെ ആയി വരുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നിൽ ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഇത്രയും പെട്ടെന്ന് റിക്കവറായി നിങ്ങളുടെ ഓഡിയൻസിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്, അതായത് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്നലെ നമ്മൾ ഒരു ടോപ്പിക് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ടോപ്പിക്കിന്റെ ബാക്കി ഭാഗം പറയുമോന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഞാൻ രണ്ടാം ഭാഗവും ഞാൻ അതിൻ്റെ ഇത് പറഞ്ഞു. ഇനിയിപ്പോ പറയാൻ പോകുന്നത് മൂന്നാം ഭാഗമാണ്. അങ്ങനെ ആ കുട്ടിയെ ഞാൻ കണ്ടുമുട്ടിയ സമയത്ത് ആ കുട്ടി ബസ്സിനോടാണ് ഇമ്പം എന്ന് ഞാൻ പറഞ്ഞു. ആ കുട്ടിയെ ഞാൻ ചോദിച്ച സമയത്ത് കുട്ടിയോട് എന്ത് വാഹനത്തിൽ ആണ് നിനക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് വളരെ സന്തോഷപൂർവം പറഞ്ഞത്, മാം, എനിക്ക് വാഹനത്തോട് ബസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാഹനം. ഇത് പിന്നെ ഞാൻ ആ കുട്ടിയുടെ പാരൻസിനെ കണ്ടുമുട്ടേണ്ടായി. ഇവൻ ഇത്രയും പഠിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് നിങ്ങൾ ആ കുട്ടിയുടെ പഠനം സ്റ്റോപ്പ് ചെയ്തത് എന്ന് ചോദിച്ച സമയത്ത് അവനത് പഠിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? കേൾവി കുറവായതുകൊണ്ട്. ഇവന് ആംഗ്യം കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആംഗ്യം കാണിച്ചു കൊടുത്താല് എന്ത് കാണിച്ചു കൊടുത്താലും മനസ്സിലാവും. ഇവനെ ബാക്കിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് വിളിക്കുവാണെങ്കിൽ ഇവന് അത് ഇതാവൂല. നേരെ മറിച്ച് ആംഗ്യം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ പല രീതികളിലുള്ള എല്ലാം ഉണ്ട്. ഇത്രയും പഠിച്ചിട്ട് അത് എന്തിനാണ് അതൊരു പാപം ചെയ്യുന്നത് പോലെയല്ലേ? അവന്റെ ഇഷ്ടമാണ് മാം, ഞങ്ങൾ ഇതിലേക്ക് എടുത്തിട്ടതല്ല. അപ്പം ഏറ്റവും നിങ്ങളൊക്കെ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം വാഹനത്തിലൊക്കെ മയക്കുമരുന്ന്, ആൻസ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഇറക്കുന്നുണ്ട്. ഇത് കുഞ്ഞു കുട്ടികളാണെങ്കിലും പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളാണെങ്കിലും ഇതൊന്നും അവിടെ കൊണ്ട് കൊടുക്ക്,
എന്ന് പറയുന്ന സമയത്ത് അവർക്കറിയില്ല അത് എന്താണ് സാധനം എന്നുള്ളത്. ഈ ലഹരി വസ്തുക്കൾ അപ്പം ഈ റിസേബിൾഡ് ഉള്ള കുട്ടികളെ വെച്ച് മുതലാക്കുന്ന ചില ആളുകളും ഈ സമൂഹത്തിലുണ്ട്. അപ്പം ഇവർക്കറിയില്ല അതെന്ത് സാധനാണെന്ന്. ഇവർക്കറിയില്ല അതെന്താണ് സാധനം എന്ന്. ഇവരെന്ത് ചെയ്യും? അത് കൊണ്ടുപോയി കൊടുക്കും. ഇവര് തന്നതാണ്, മറ്റാള് തന്നതാണ്, ഇത് നിങ്ങളൊക്കെ ഇതെന്താണ്? ഇത് നോർമൽ ആയിട്ടുള്ള ആളുകളുടെ കയ്യിലും ചാർജറിന്റെ ഉള്ളിൽ വരെ വെച്ച് ഈ സാധനം കൊടുക്കുന്നുണ്ട്. ആ പാവത്തിനറിയില്ല ഇത് ചാർജറാണ് എന്ന് കരുതി ഇയാളിത് കൊണ്ടുപോകും. കാരണം അതിൻ്റെ ഉള്ളില് ഞാൻ ചില വീടുകളിലൊക്കെ പ്രവാസി ആയ ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മയക്കുമരുന്ന് ചാർജറിന്റെ ഉള്ളിൽ അതിന്റെ പാക്കറ്റ് ഇറക്കി വെച്ചിട്ട്, കാരണം അത് ചാർജറാണ്, അപ്പൊ ആളുകള് അത് കൊണ്ടുപോകുമല്ലോ. ഇത് ഒരു പാക്കറ്റ് കുത്തി നിറച്ചിട്ട് അത് കൊണ്ടുപോവാണ്. അപ്പം ഈ വീട്ടിലുള്ള ആള് അത് വെറുതെ ഒന്ന് അതിന്റെ പിന്ന് അഡാപ്റ്റർ ആ സാധനം ഊരി നോക്കി. അപ്പൊ എന്താണ് സാധനം? മയക്കുമരുന്ന്. ഇവര് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാല് അത് പരിശോധിക്കുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിൽ എവിടെങ്കിലും ഈ സാധനം ഉണ്ടെങ്കിൽ ഒക്കെ ബാഗൊക്കെ പരിശോധിക്കുന്ന സമയത്ത് എവിടെങ്കിലും ഈ സാധനം ഉണ്ടെങ്കിൽ ഇവര് കുടുങ്ങൂലേ? അപ്പൊ ഈ ഒരു കുടുംബത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന അവരുടെ ഫാമിലിയും ഇതില് പെടുകയാണ് മക്കളെ. അപ്പം ഈ റിസേബിൾഡ് ഉള്ള ആളുകളെ പറ്റിക്കാൻ പല ഉഡായിപ്പുകളും ഇറക്കുന്നവരുണ്ട്. പലതും പറഞ്ഞു പലരും വരും. അപ്പൊ ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞ സമയത്ത്, ഇല്ല മാം, പേടിക്കാനൊന്നുമില്ല. കാരണം എനിക്ക് ആ കുട്ടിയോട് ഒരുപാട് അറ്റാച്ച്മെന്റ് തോന്നി. ആ കുട്ടി ഒരുപാട് സങ്കടങ്ങൾ പറയുന്നുണ്ട്. കുട്ടിക്ക് കേൾവി കുറവുള്ളത് കൊണ്ട് ഈ കുട്ടിക്ക് ഒന്നും കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഈ കുട്ടിക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ്. കാരണം നല്ല ആക്റ്റീവായൊരു മോനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുക എല്ലാം. ഇപ്പം ആ കുട്ടിയുടെ ഹൗസ് ഹോമിങ് ആണ്. കുറച്ച് ഒരു നവംബറിലെങ്ങാനും. അപ്പൊ നിങ്ങൾ അതിനും വരണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, വരും ഇൻഷാ അല്ലാഹ്, ഞാൻ അതിന് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരുപാട് സന്തോഷം അതിലും. നമ്മള് കാരണം ആ കുടുംബം, ആ വീട്ടിലുള്ള മക്കളൊക്കെ, ഒരു കുട്ടിക്ക് തൈറോയ്ഡ് ജന്മനായില്ല, ഒരാള് ജന്മന ഉയരമില്ല. ഈ സിനിമയിലൊക്കെ പക്രു ടൈപ്പ് നമ്മൾ കാണൂലേ. എന്നാലും ഇവര് 3 മക്കളും 3 ആൺമക്കള് ഉള്ളത്, 3 ആളും ഒരേ ടൈപ്പാണ്. അപ്പം എന്നിട്ടും ആ കുട്ടികളെ തളർത്തിയിട്ടില്ല. മൂത്ത ആള്
ഉസ്താദായിട്ട് വർക്ക് ചെയ്യുന്നു. ഉസ്താദായിട്ട് വഫിയക്കും മറ്റു കോഴ്സുകൾക്കൊക്കെ എടുത്ത് ആ കുട്ടി പഠിച്ചു. ഇനി ആ കുട്ടിക്കൊരു കുടുംബ ഫാമിലി ലൈഫ് ആണ് വേണ്ടത്. അപ്പം അതിലേക്ക് പോയി. ആദ്യമൊക്കെ ഇങ്ങനെ ഞാനൊരു ഡിസേബിളുള്ള ആള് കുട്ടിയാണ് എന്ന് കരുതി മാറ്റി നിർത്തി. ഇപ്പം ആ കുട്ടിയുടെ പാരൻസ് തളർന്നിട്ടില്ല, എന്നിട്ടും ആ കുട്ടിയെ ഞാൻ അവരൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്. കാരണം ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ കുട്ടിയുടെ അത്ഭുത ബാലൻ എന്നാണ് ആ കുട്ടി യൂട്യൂബിലും ഒക്കെ ആ കുട്ടിയുടെ സംഭാഷണങ്ങളും ഒക്കെ അത്ഭുത ബാലൻ എന്ന് പറയും. അപ്പൊ അതിലൂടെ ആ കുട്ടി വളർന്നു. ഇപ്പം രണ്ടാമത്തെ കുട്ടിക്കും തൈറോയ്ഡ്, ജന്മന തൈറോയ്ഡ് ഇല്ല. അപ്പം ആൾക്കും ഓരോരോ പ്രശ്നങ്ങൾ. ഈ കുട്ടിക്കാണ് കേൾവി പ്രശ്നങ്ങൾ. അപ്പം കാരണം എന്നിട്ടും ഈ കുടുംബം ഒന്നുകൊണ്ടും തളർന്നിട്ടില്ല മക്കളെ. അങ്ങനെയാണ് ഇങ്ങനെയുള്ള കുട്ടികളുള്ള പാരൻസ്. ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനത്തെ മക്കളെയാണല്ലോ റബ്ബ് തന്നത് എന്നൊരിക്കലും അവർ വിചാരിച്ചിട്ടില്ല. ഇന്നും അവർ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. എന്നാലും ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. എനിക്കോ നിങ്ങൾക്കോ ഒരാൾക്കും. ഒരു കുറവ് എന്ന് പറയുന്നത് ഈ ആളുകളുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് ഒരു കുറവായിട്ട് അവർക്ക് തോന്നുന്നത്. നിനക്ക് ഇങ്ങനെയുള്ള ഒരു കുറവുള്ള ആളല്ലേ, അപ്പൊ നീ ഇവിടെ ഇരുന്ന എന്ത് കുറവ് നിങ്ങളുടെ കണ്ണുകളിൽ കാണുമ്പോഴാണ് അതൊരു ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ആരാണെങ്കിലും ശരി, എന്തൊരു ജോലിയാണെങ്കിലും ശരി, അത് ചെയ്യുന്ന കുഞ്ഞു ജോലിയാണെങ്കിലും ശരി, അതിലൊരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാല്, കാരണം എന്തൊന്നിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും നിങ്ങളെയും നിങ്ങളുടെ പാരൻസിനെയും തള്ളി പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവിടെ പറയേണ്ട മറുപടി എന്താണെന്നറിയോ മക്കളെ? നിങ്ങൾ അവിടെ പറയേണ്ട മറുപടി, നിങ്ങൾ അവിടെ കൊടുക്കേണ്ട മറുപടി എന്താണെന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കണ്ണുകളിൽ കാണുമ്പോഴാണ് എനിക്ക് ഇന്ന കുറവുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. എൻ്റെ പാരൻസിന് പടച്ചോൻ അവരുടെ കയ്യില്, എൻ്റെ പാരൻസിന്റെ കയ്യില് ഞാൻ സുരക്ഷിതയാണ്, ഇവർക്ക് നോക്കാൻ കഴിയും എന്നുറപ്പുള്ളത് കൊണ്ടാണ് എൻ്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ എനിക്ക് ജന്മം നൽകിയത്. ഒരു ആണിന്റെ ബീജത്തിൽ നിന്നാണ് ചെറിയ ചെറിയ കുമിളകളായി ഒരു പെണ്ണിന്റെ ബീജത്തിലേക്ക് കുമിളകൾ അടുക്കുമ്പോഴാണ് നമ്മൾ ഉണ്ടാവുന്നത്. അതില്
ചില ആളുകൾ ഇങ്ങനെയുള്ള കുട്ടികളാണ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് സംശയം തോന്നുമ്പോൾ, സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സംശയം തോന്നുമ്പോൾ, ഇങ്ങനെയുള്ള കുട്ടികളാണ്, ഇങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ നീ അബോഷൻ ചെയ്ത് കളയാൻ അവര് തുനിഞ്ഞിരുന്നെങ്കിൽ ഇന്നും ഞാനും നിങ്ങളും ഇല്ല, ലൈഫിൽ ഉണ്ടാവില്ല. അപ്പം അവര് നമ്മളെ അബോഷൻ ചെയ്ത് കളയാത്തത് കൊണ്ടാണ് നമ്മള് ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്മി ഷഹാന, വയനാട്.